പത്തനംതിട്ടയിൽ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി KPCC ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗം. ഭരണം മാറിയാൽ പോലീസിനെ തെരുവിലിട്ട് തല്ലുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ UDF പ്രവർത്തകരെ ലാത്തിച്ചാർജ് ചെയ്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലാണ് പരാമർശം. ഭരണം മാറുന്ന ദിവസം, കൊടിയുടെ നിറം മാറുന്ന ദിവസം, അധികാര കസേര നിറം മാറുന്ന ദിവസം രാജിവെച്ച് പുറത്തു പോയാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ കണക്ക് ചോദിച്ച് മാത്രമേ ഞങ്ങൾ പോവുകയുള്ളൂ. സുജു ടി ബാബു ചേരുന്നു. സുജു, യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ KPCC നേതാക്കളുമെല്ലാം പത്തനംതിട്ടയിൽ ശരിക്കും അവരുടെ രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്നു എന്ന് വേണ്ടേ വിലയിരുത്താൻ? കഴിഞ്ഞ ദിവസം സുജുവിനെ അവർ കൈകാര്യം ചെയ്തു, ഇന്നിപ്പോൾ പോലീസിനെ കൈകാര്യം ചെയ്യും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏത് രീതിയിലാണ് ഇവരുടെ ആ ഒരു പോക്ക്? തീർച്ചയായിട്ടും ഷമി, പത്തനംതിട്ടയിൽ കോൺഗ്രസ് നേതാക്കളും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രകോപനം തുടരുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രകോപനം തുടരുകയാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് കൈരളി ന്യൂസ് സംഘത്തിനെതിരെ വലിയ തരത്തിൽ ആക്രോശവും അതുപോലെ ആക്രമിക്കുമെന്ന് അവർ പറഞ്ഞ് നടപടി ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ലാത്തിചാർജ് ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് തന്നെ മാർച്ച് നടത്തുന്നു. ആ മാർച്ചിലാണ് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് KPCCയുടെ സെക്രട്ടറി അനീഷ പരസ്യമായി ഭീഷണി നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ലാത്തിചാർജ് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെയാണ് ഇത്തരത്തിലെ പരാമർശം വന്നിരിക്കുന്നത്. പോലീസുകാരൻ ശ്രീരാജ് നടത്തിയത് അദ്ദേഹത്തിന് ആ വാക്കുകൾ, ഒരുപക്ഷെ ഈ അനീഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തത്സമയം പറയാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ്. അത് പ്രതിശൂന്യപരമായ നടപടി എന്നാണ് അനീഷ് പറയുന്നത്. മാത്രമല്ല, ഭരണം മാറുമ്പോൾ DYSP വിദ്യാധരൻ ഓർക്കുന്നത് നല്ലതെന്നും പറയുന്നു. ഇവരെയെല്ലാം തെരുവിൽ തല്ലും അല്ലെങ്കിൽ തെരുവിൽ നേരിടുമെന്നാണ് അനീഷിന്റെ വാക്കുകൾ. അതുപോലെ SP പണി നിർത്തി SFIക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കാൻ പോകണം തുടങ്ങി അങ്ങനെ നിരവധി പരാമർശങ്ങൾ തെരുവിൽ നേരിടുമെന്ന, അതായത് കായികമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്നുള്ള തരത്തിലാണ് പരാമർശങ്ങളാണ് അനീഷ് നടത്തിയിരിക്കുന്നത്. അതിന് പുറമെയാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ ഈ പോലീസ് ബാരിക്കേഡ് തീർത്തിടത്തേക്ക് എത്തുമ്പോൾ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് വിളിക്കുന്നത്. അതിൽ പ്രധാനമായി പോലീസ് ഉദ്യോഗസ്ഥനോട് ശ്രീരാജിന്റെ കുടുംബത്തോട് പറയുന്നതാണ്, കെട്ടിയോളോട് പറഞ്ഞോളൂ, അത്താഴത്തിന് കാലില്ലാതെ എത്തുമെന്ന തരത്തിലുള്ള മുദ്രാവാക്യം വിളിയുയർന്നു. അവിടെ മറ്റൊരു പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ആ മുദ്രാവാക്യം തടയുകയും ചെയ്യുന്നു. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് വെട്ടും എന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ കാല് ഇല്ലാതാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിൽ ഉയർന്ന മുദ്രാവാക്യം. അതായത് അത്താഴത്തിന് കാലില്ലാതെ കെട്ടിയോട് പറഞ്ഞേക്കൂ, അത്താഴത്തിന് കാലില്ലാതെ എത്തും എന്ന തരത്തിലുള്ള മുദ്രാവാക്യം. തീർത്തും പോലീസ് ഉദ്യോഗസ്ഥരെ ശാരീരികമായി ഉപദ്രവിക്കും, അവരുടെ കാല് ഉൾപ്പെടെ എടുക്കുമെന്ന തരത്തിലുള്ള മുദ്രാവാക്യ വിളിയും അതുപോലെ തന്നെ പിന്നീട് നടന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യമായ അസഭ്യ വർഷം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിൽ ഇന്ന് ശ്രീരാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ പറഞ്ഞിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രകോപനപരമായും അതുപോലെ കായികമായ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം VD സതീശനോട് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ചോദിച്ച പ്രധാനപ്പെട്ട വിഷയം അവരുടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ നടപടിയെ കുറിച്ചായിരുന്നു. അന്ന് രഞ്ജു അവിടെ നിൽക്കുന്ന DYFI പ്രവർത്തനം അല്ലെങ്കിൽ CPM അനുഭാവിയെ ഓടി വന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ആ മർദ്ദനത്തിന് ശേഷമാണ് തുമ്പമൺ സഹകരണ ബാങ്കിൽ അവിടെ ലാത്തിചാർജിലേക്കും സംഘർഷവും ആരംഭിക്കുന്നത്. അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റാണ് രഞ്ജു, അങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു. അവർ ആക്രമണത്തിന് തുടക്കം കുറിക്കുന്നു. പിന്നീട് സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷവും ലാത്തിചാർജുകളിലേക്ക് കലാശിക്കുന്നു. അങ്ങനെ ലാത്തിചാർജ് നടത്തിയ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അത്താഴത്തിന് കെട്ടിയോട് പറഞ്ഞു, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSU എല്ലാം സമരം നടത്താറുണ്ട്, പോലീസ് ലാത്തിചാർജ് ചെയ്യാറുമുണ്ട്. ഇവിടെ ഈ പത്തനംതിട്ടയിൽ ലാത്തിചാർജ് ചെയ്യുന്ന ഒരു പോലീസുകാരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പൊരുൾ എന്താണ്? ഇപ്പൊ സംസ്ഥാനത്ത് ആകമാനം നടക്കുന്ന ലാത്തിചാർജുകൾ അങ്ങനെയാണെങ്കിൽ ഓരോ പോലീസുകാരന്റെയും വീട്ടിലേക്ക് ഇവർ മാർച്ച് നടത്തേണ്ടതല്ലേ?
അത്തരം മാർച്ചുകൾ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ മാത്രം എന്ത് അർത്ഥത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു, പിന്നീട് ഡിവൈഎസ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. അതുമാത്രമല്ല, ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, ചോദിക്കുക ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നു. എന്ത് കണ്ടിട്ടാണ് ഈ പത്തനംതിട്ടയിലെ കോൺഗ്രസ് ഈ രീതിയിൽ നെഗളിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അവിടെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരം കയ്യിലിരിപ്പ് കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണ് ഈ വലിയ വായിൽ വർത്തമാനം പറയുന്നത്. സുജു, ഒരിടത്ത് പോലും ജയിച്ചില്ല. ഷമി ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പത്തനംതിട്ട നടത്തിയ വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരണങ്ങൾ നടത്തിയപ്പോൾ ഒരു ബ്ലാങ്ക് ചെക്കാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുത്ത തരത്തിലാണ്. കാരണം ഓരോ പോലീസുകാരെ എണ്ണി കണക്ക് പറയുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പന്തളം CM ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് നടത്തിയ ഒരു മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. സാധാരണ ആശുപത്രി കോമ്പൗണ്ടിലൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ നേതാക്കൾ ഒരു മിതത്വം പാലിക്കാറുള്ളതാണ്. ആ മിതത്വം ഒന്നും തന്നെ പാലിക്കാതെ വി ഡി സതീശൻ പോലീസുകാർക്കെതിരെ രൂക്ഷമായ പരാമർശം നടത്തിയിരുന്നു. മാത്രമല്ല, വി ഡി സതീശന്റെ പരാമർശം, വി ഡി സതീശന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇത്തരത്തിൽ താൻ ആദ്യമായിട്ടാണ് ഇത്തരം അധികം രൂക്ഷമായി സംസാരിക്കുന്നു പറയുന്നു. അങ്ങനെ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്കാകെ ഒരു പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ആരാണോ ആ വാർത്ത കൊടുത്തത് അവരെ കൈകാര്യം ചെയ്യുന്നു. ആ രീതിയിൽ വളരെ ജനാധിപത്യപരമായി മുന്നോട്ട് നീങ്ങുകയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും.